5 കാര്യങ്ങളെ കൊണ്ടാണ് മഹബ്ബത്ത് ഉണ്ടാവുക. തങ്ങളെ സ്നേഹിക്കാൻ 5 കാരണങ്ങൾ വേണം. ഒന്ന്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് സ്നേഹിക്കണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇത്തിബാഉ സുന്നത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളെ ഇത്തിബാഅ ചെയ്യണം, ഹബീബായ തങ്ങളെ പിൻപറ്റണം സല്ലല്ലാഹു അലൈഹി വസല്ലം. വകസറത്തു സ്വലാത്തി അലൈഹി, ഹബീബായ തങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലണം. അള്ളാഹു അത് വർദ്ധിപ്പിക്കാൻ തൗഫീക്ക് നൽകട്ടെ. പിന്നെ വഖിറാഅത്തു സീറത്തിഹി, നബി തങ്ങളുടെ ചരിത്രം പഠിക്കണം, അവിടുത്തെ സീറ വായിക്കണം, ജീവചരിത്രം നമ്മൾ അറിയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സീറ നമ്മൾ അറിയണം, ഹബീബായ തങ്ങളുടെ ചരിത്രം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ യുവതലമുറ ഹബീബിനെ അറിയണം. അവിടുന്ന് നമ്മുടെ ഖുദ്വത്താണ്, നമ്മുടെ മാതൃകയാണ്. എങ്ങനെയാണ് ഹബീബ് മാതൃകയാകുന്നത് നമ്മളത് അറിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ ഒരുപാട് പഠിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. പിന്നെ പറഞ്ഞു വഖിറാഅത്തു ഹദീസിഹി, ഹദീസ് പഠിക്കണം. ചില ഹദീസുകളൊക്കെ 2 വാക്യങ്ങളുണ്ടാവും. ലാ തഗ്ലബ്, ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്. 2 വാക്യമുള്ളൂ, ഹദീസാണ്. 100 ഹദീസോ 1000മോ 5000മോ എത്രയാണ് ഹദീസുകൾ. ചെറിയ ഹദീസുകൾ പഠിക്കാൻ പറ്റിയത്, അത് പഠിക്കാൻ നമ്മൾ കൊണ്ടായില്ലെങ്കിൽ എന്ത് ഹബ്ബാദങ്ങളോട്. പിന്നെ അവസാനത്തേത് ആലിമീങ്ങൾ പറയാണ് വസുഹ്ബത്തുൽ മുഹിബ്ബീൻ, പുണ്യൻ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളുടെ കൂടെ ഇരിക്കണം. മഹബ്ബത്തിൻ്റെ സദസ്സുകൾ, മൗലിദിൻ്റെ സദസ്സുകൾ മഹബ്ബത്തിൻ്റെ സദസ്സുകളാണ്. സ്വലാത്തിൻ്റെ മജ്ലിസുകൾ മഹബ്ബത്തിൻ്റെ മജ്ലിസാണ്. ഇൽമിൻ്റെ മജ്ലിസുകൾ മഹബ്ബത്തിൻ്റെ മജ്ലിസാണ്. പുണ്യനബി തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന മജ്ലിസുകൾ മഹബ്ബത്തിൻ്റേതാണ്. മഹബ്ബത്തിൻ്റെ പ്രത്യേകത ഉണ്ട്, അത് പടരും. മഹബ്ബത്തിൻ്റെ ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ ആ സ്നേഹം നമ്മളിലേക്ക് പടരും, നമ്മുടെ ഖൽബിലേക്ക് പടരും. അങ്ങനത്തെ ഒരു മജ്ലിസായി നമ്മുടെ മജ്ലിസിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. അലമ ഇബ്നുൽ അറബി തങ്ങൾ പറഞ്ഞ ഒരു വലിയൊരു ആശയമാണത്, സുഹ്ബത്തുൽ മുഹിബ്ബീൻ. മുഹിബ്ബീങ്ങളുടെ കൂടെ ചെന്നിരിക്കണം, മഹബ്ബത്തുള്ള ആളുകളുടെ കൂടെ ചെന്നിരിക്കണം. അവരുടെ സ്വലാത്ത്, അവർ ചൊല്ലുന്ന അവരുടെ ഇബാദത്ത്, അവർ ഹബീബിനെ കുറിച്ച് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അഹബ്ബ ഷൈഅൻ അക്സറ മിൻ ദിക്രിഹി, ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ അവരത് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലേ, സത്യമല്ലേ? അത് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ, അത് തിന്മ ഇഷ്ടപ്പെടുന്ന ആളുകൾ തിന്മയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന ഒരാൾക്കതായിരിക്കും പറയാം, കള്ളുകൂടി ഇഷ്ടപ്പെടുന്ന ഒരാൾക്കതായിരിക്കും പറയാം. നന്മ ഇഷ്ടപ്പെടുന്നവർ അതിനെക്കുറിച്ച് പറയും. നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അക്സറ മിൻ ദിക്രിഹി, ആ ആളെ നിങ്ങൾ കൂടുതലായി പറയൂലേ. അങ്ങനെയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും തങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളോട്, നമ്മുടെ ജോലിസ്ഥലത്ത്, നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ആ ഒരു ഹബീബിനെക്കുറിച്ചുള്ള ദിക്ർ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കണം. അത് മഹബ്ബത്തിൻ്റെ ഒരു ഭാഗമാണ്. അള്ളാഹു നമ്മളെ മുഹിബ്ബീങ്ങളിൽ ചേർത്തി തരട്ടെ. അള്ളാഹു മുഹിബ്ബീങ്ങളിൽ ചേർത്തി തരട്ടെ. തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ കാരണങ്ങളിൽ പറഞ്ഞ 5-ൽ 1 പറയാൻ വിട്ടുപോയത് തർക്കുൽ മആസി. അവിടുന്ന് മഅസൂമാണ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പാപസുരക്ഷിതരാണ്. അതുകൊണ്ട് ഇസ്മത്ത് നമ്മളെ കൊണ്ട് ആവില്ല. നമ്മൾ മഅസൂമീങ്ങളല്ല. മഅസൂം എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാവില്ല. അമ്പിയാക്കന്മാരങ്ങനെയാണ്. അതുകൊണ്ട് പരമാവധി തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നാലേ മഹബ്ബത്ത് നമ്മുടെ കൽബിലേക്ക് വരുള്ളൂ. മഹബ്ബത്തിൻ്റെ ഒരു റിക്വയർമെൻ്റ് അതാണ്. തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. എത്ര വലിയ പാപങ്ങൾ നമ്മൾ സംഭവിച്ചു പോയാലും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ എന്ന് റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങാം. അള്ളാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും, നമ്മുടെ എല്ലാവിധ പാപങ്ങളും, ചെറുതും വലുതുമായത്, നാവുകൊണ്ടും മനസ്സുകൊണ്ടും കർമ്മങ്ങളിലൂടെയും ഒക്കെ സംഭവിച്ചു പോയത് അള്ളാഹു നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ തമ്പുരാനെ. ഞങ്ങളോട് ബന്ധപ്പെട്ട സ്നേഹിതന്മാർ, അള്ളാഹുവേ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഞങ്ങളുമായി കടപ്പാടുള്ളവർ, ബന്ധമുള്ളവർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. വിശേഷിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ എല്ലാവർക്കും നീ മാപ്പ് നൽകണേ തമ്പുരാനെ. ഇസ്മത്ത് നമുക്ക് നിബിധങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഒരു വിഷയം അതാ. അവിടുന്ന് മഅസൂമാണ്, അവിടുന്ന് പാപസുരക്ഷിതരാണ്. അപ്പോൾ പാപങ്ങൾ ചെയ്യാതെ മാക്സിമം നമ്മൾ ഹബീബായ തങ്ങളുടെ ഇത്തിബായിലേക്ക് നമ്മൾ ചേരണം. തെറ്റുകളെങ്ങാനും സംഭവിച്ചു പോയാൽ ഉടനെ തൗബ ചെയ്യാം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. പിന്നെ അസ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. സ്വലാത്തിൻ്റെ ഫായിദ പറഞ്ഞെടുത്ത് 40 ഫായിദ, 100, 1000 ഫായിദകൾ വരെ എഴുതിയ മഹാന്മാരുണ്ട്. 1000, അതിലേറ്റവും
ശ്രേഷ്ഠമായ ഒരു ഫായിദ എന്ന് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി, അള്ളാഹു അവർക്ക് മേൽ സ്വലാത്ത് ചൊല്ലുമെന്നാണ്. തങ്ങൾക്ക് മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വലാത്ത്, റബ്ബിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടും എന്നതാണ് ഏറ്റവും വലിയൊരു മഹത്വം. സ്വലാത്ത് വർദ്ധിപ്പിക്കണം, അവിടുത്തെ സീറ ചരിത്രം പഠിക്കണം, ഹദീത്ത് പഠിക്കണം, പിന്നെ മുഹബ്ബീങ്ങളുടെ കൂടെ ഇരിക്കണം. ഈ 5 കാര്യങ്ങളാണ് മഹബ്ബത്തുണ്ടാവാൻ ചെയ്യേണ്ടത്. ഹദീത്ത് പഠിക്കണം, ഹദീത്തുകൾ കിട്ടുന്നതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഹദീത്തുകൾ മനഃപ്പാഠമാക്കാൻ പറ്റുന്ന മനഃപ്പാഠമാക്കണം. ചെറിയ ചെറിയ ഹദീത്തിന് മത്തുൽ അർബഈൻ ഉണ്ട്, 40 ഇമാം നബവി തങ്ങൾ ജംഇ ചെയ്ത 40 ഹദീത്തിൻ്റെ സമാഹരണം. റിയാദുസ് സ്വാലിഹീൻ, കുറേ ഹദീത്തുകൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഹദീത്തുകൾ. റിയാദുസ് സ്വാലിഹീൻ ഇമാം നബവി തങ്ങളുടെ കിതാബ് നമുക്ക് പഠിക്കാൻ പറ്റും. ഹദീത്തുകൾ പഠിക്കണം. പിന്നെ മുഹബ്ബീങ്ങളുടെ കൂടെ ഇരിക്കുക. മഹബ്ബത്ത് അള്ളാഹു നമ്മുടെ ഖൽബിലേക്ക് ചൊരിഞ്ഞു തരും. അള്ളാഹു ചൊരിഞ്ഞു തരട്ടെ.